വെൽക്കം ചാനൽ. നമ്മളിത് നമ്മുടെ എമ്പുരാൻ കണ്ടിട്ട് വന്നേക്കും. നാട്ടിൽ 6 മണിക്കായിരുന്നു ഫസ്റ്റ് ഷോ ഉണ്ടാകുന്നത്. ഇവിടെ നാട്ടിലെ സമയം അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 6:15 ആ സമയത്താണ് ഇവിടെയും ഫസ്റ്റ് ഷോ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. പടത്തെക്കുറിച്ച് ഒറ്റാക്കി പറഞ്ഞില്ലേ, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, പടം ഒരു ഫാൻ ബോയ് ആണെങ്കിൽ പൊളിക്കാം. അങ്ങനത്തെ തിയേറ്റർ എക്സ്പീരിയൻസാണ്. കുറേ പോസിറ്റീവ് ഉണ്ട്, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ മേക്കിംഗ് ആണ് ടെക്നിക്കലി ഗംഭീരമാണ്. ഇതിൻ്റെ മേക്കിംഗ്, അതായത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ, പുള്ളി എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നു പുള്ളി അവിടെ പഠിക്കാൻ പോയത് മിക്കവാറും പടം പഠിക്കാനായിരിക്കും പോയത്. അതേപോലെ മേക്കിംഗ് ഇല്ലേ, അതേപോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെ മോഹൻലാലിനെ കുറിച്ച് നമ്മളെന്തിനാണ് പറയണത്, ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള. പുള്ളിനെ ഇൻട്രോ ചെയ്ത് വെച്ചേക്കുന്ന സീനുണ്ട്. അത് ഒന്നല്ല കേട്ടോ, ഒരു പല തവണയാണ് പുള്ളിനെ ഇൻട്രോ ചെയ്തേക്കണം. ആ സമയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ എലിവേഷൻ സാധനം കൂടി വരുമ്പോൾ ഇല്ലേ, പൊളിയാണ്. പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ്, ആ ഓറയ്ക്കാനും അതായത് നാട്ടിലാണ് നമ്മളെ സിനിമ ഒരു ഫാൻസിനോട് കണ്ടു കഴിഞ്ഞില്ലേ, പൊളിയായിരിക്കും. പിന്നെ മഞ്ജു വാര്യർ നമ്മുടെ ജിതിൻ രാംദാസ്, നമ്മുടെ ടൊവിനൊക്കെ കൈവശം കൊടുത്തൊരു സാധനമല്ല, അതേപോലത്തെ സാധനം ഇതിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഒരു സ്ട്രോങ് ലേഡി എന്നുള്ള ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. മഞ്ജുവിനെ അടിപൊളിയായിരുന്നു. ടൊവിനോ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ഇംപ്രഷൻ തന്നെയാണ് ഇതിലും കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സായികുമാർ, വർമ്മയിട്ട് തന്നെ ബൈജു, അങ്ങനെയുള്ളവർക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്പേസേ ഉണ്ടാകുന്നുള്ളൂ. കാരണം പടം ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്കെയിലുള്ള സാധനമാണ്. അതായത് ഫസ്റ്റ് ഒരു അരമണിക്കൂറോളം ഏകദേശം ഒരു നോർത്ത് ഇന്ത്യയിലാണ് കുറച്ച് സീനാണ് കാണിക്കണം. കാരണം അത് കുറച്ച് വയലൻസ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ പ്രത്യേകിച്ച് R16 ആയിരുന്നു റേറ്റിംഗ്. 16 വയസ്സിനുള്ള താഴെയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ വയലൻസ് ഉണ്ട്. അത് മാത്രമല്ല, അതിന് ശേഷം പിന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ നോർത്ത് ഇന്ത്യയിലെ, അപ്പോൾ കൂടുതൽ ഹിന്ദിയാണ് ലാംഗ്വേജ് ആയിട്ട് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്ത് സാധനം പുറത്ത് ഇൻ്റർനാഷണൽ സ്റ്റഫാണ് പിന്നെ ഡീൽ ചെയ്യുന്നത്. അതായത് ഖുറേഷി സംഭവം ഉണ്ടല്ലോ, പുള്ളി എവിടെയാണ്, പുള്ളി ആരാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടീമാണ് ഇൻവോൾവ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇൻ്റർപോൾ, അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണിക്കണമെന്നില്ല, നമുക്കൊരിക്കലും ഒരു മലയാള സിനിമയാണ് നമുക്ക് തോന്നില്ല. എന്ന് വെച്ചാൽ അതേപോലെ മേക്കിങ്ങാണ് ഉണ്ടാക്കിയിരിക്കണം. ഇപ്പോൾ ലൂസിഫറിലേക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടുതലും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റീജിയനിൽ കേരളത്തിലൊക്കെ കുറച്ച് ചെറിയൊരു അങ്ങനത്തെ സംഭവമുള്ള. പിന്നെ ലാസ്റ്റ് സ്റ്റീഫൻ ഇന്ന ടീമാണെന്ന് പറഞ്ഞുള്ള ആ സാധനം കാണിക്കണം, ജസ്റ്റ് ചെറിയൊരു പോർഷനല്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഉണ്ട്, പക്ഷേ കൂടുതലും ആ പുറത്തുള്ള പല ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഷിഫ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയം വരെ ഇത് പറയുന്ന രീതി ഒരു നോൺ ലീനിയർ ടൈപ്പ് സാധനം പിടിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് ഇടയ്ക്ക് പാസ്റ്റ് പ്രസൻറ്റൊക്കെ കാണിച്ചിട്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസൻറ്റിലേക്ക് കയറിയിട്ട് ആ രീതിയിലാണ് പടം പോണത്. പിന്നെ ഇതിൽ വില്ലന്മാരുണ്ട്. വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് അവസരം കാണിക്കുന്നുണ്ട്. L3 പടച്ചുവിടാൻ വേണ്ടിയൊക്കെ ഒരു സാധനത്തിന് വെച്ചിട്ടുണ്ട്. ആ സാധനം പൊടിയായിരിക്കും കേട്ടോ. അത് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാനില്ല. കൂടുതൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയുള്ള പുള്ളി മാത്രമല്ല, ബാക്കി വില്ലന്മാരും അത് കഥ ഡിമാൻഡ് ചെയ്യുന്നത്. ആ ട്രailerൽ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയത്. ഗ്രീഡ്, പവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിവെഞ്ച്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ഉണ്ട് ശരിക്കും. അതേപോലെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ഒരു വില്ലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ വേറൊരു സാധനത്തിനെ കാണിക്കുന്നുണ്ട്. ലൂസിഫർ സിൻസ് 1980 എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ചെയ്തേക്കുന്ന സ്റ്റൺസിൽ വീണ് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. കുറച്ച് ലോങ് ആയിട്ടുള്ള ഫൈറ്റ് സീനാണ്, ഞാൻ എപ്പോഴാന്ന് പറയല. അപ്പോൾ ആ സമയത്തൊക്കെ അത്യാവശ്യം ലെങ്തിയാണ് ആ ഫൈറ്റ് സീൻ. അത് മാത്രമല്ല, പടം നല്ല ഗംഭീരമായിട്ട് തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അതിൽ ഒരു ജംഗിൾ സീൻ ഉണ്ട്. ജംഗിൾ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജംഗിൾ പൊളിയാണ്. ജംഗിൾ പൊളി മറ്റേ സുരാജ് കീറനൊക്കെ ഇറുണ്ടല്ലോ, ജംഗിൾ പൊളി എന്ന് പറഞ്ഞിട്ട് അതിൽ ബോൾ ക്യാമറ വെച്ചിട്ട് സ്പീഡ് റാമൊക്കെ ചെയ്തിട്ട് ഒരു കിടിലൊരു സാധനമുണ്ട് അതിൽ. അത് അടിപൊളി സീനായിരുന്നു കേട്ടോ. പിന്നെ എഡിറ്റിങ് ഈ സംഭവമല്ല, ആക്ഷൻ കൊറിയോഗ്രാഫി, ക്യാമറ, എഡിറ്റിംഗ്. ക്യാമറ സുജിത് വാസുദേവാണ്. അതിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ 3 ടീമും കൂടി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നിച്ച് ചെയ്യുമ്പോൾ എന്നാണ് ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അത് ചിലയിടത്ത് നമുക്കത് ഭയങ്കര വിസിബിളായിരുന്നു. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് അഖിലേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളി പൃഥ്വിരാജിൻ്റെ കുറേ പടങ്ങൾ പുള്ളി ചെയ്യാറുള്ളതാണ്. മറ്റേ കുരുതി, മറ്റേ എന്താണ് ബ്രദേഴ്സ് ഡേ, അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പൃഥ്വിരാജിന് മുമ്പ് ഡയറക്റ്റ് ചെയ്ത മൂവി ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ. അപ്പോൾ ആ പടങ്ങളും പുള്ളി തന്നെ ചെയ്തേക്കണം, അഖിലേഷ് ചെയ്തേക്കണം. പക്ഷേ എഡിറ്റിംഗ് എല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ബിജിഎം ദീപദേവ്, ആ എലിവേഷൻ സീൻ അല്ലെങ്കിൽ ഇൻട്രോ സീൻ, അതൊക്കെ എല്ലാം ഗംഭീരമാണ് പുള്ളി ചെയ്തേക്കണം. അതിൽ
എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റായിട്ട് എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതിൽ ഇതിപ്പോൾ പാട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടും ഇതും അത്ര അങ്ങോട്ട് പോരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു ലെങ്തി ഫൈറ്റ് എന്ന് പറഞ്ഞ സംഭവമല്ല, അവിടെ ഒരു പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ആ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബേസ് ഗിറ്റാറിൻ്റെ ഒരു സാധനം പൊളിക്കുന്നുണ്ട്, എൻ്റെ വളരെ അടിപൊളിയായിരുന്നു. ആ പൊളിയുടെ സമയത്ത് ആ ഫൈറ്റും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഗംഭീരം, അത് പൊളിയായിരുന്നു. പിന്നെ നെഗറ്റീവായിട്ട് വന്നതെന്ന് വെച്ചാൽ സ്റ്റോറി ലൈൻ, ആവറേജ് ഒരു സ്റ്റോറി ലൈനായിരുന്നു. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ അടുത്തൊരു സാധനം പിടിക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ എന്നുള്ള രീതിയിൽ, അതായത് കഥകൾ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കാണല്ലോ, ഇങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാൻ, ഇന്നൊരു സംഭവം നടന്നു ഇന്നൊരു സാധനം വെക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ആവറേജ് സ്റ്റോറി ലൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ മെയിനായിട്ട് ലാലേട്ടൻ്റെ ഓവറേയും സ്ക്രീൻ പ്രസൻസ് ഒക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ആ സ്കെയില്, അതായത് ആ പടത്തെ ഇത്ര വലിയ സ്കെയിലത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് എല്ലായിടത്തും പല ലൊക്കേഷനിൽ സാധനം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇല്ലേ പടം സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു 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 ഇൻ്റർനാഷണൽ സാധനം എടുത്ത് നോക്കില്ല, നമ്മളൊരു ആക്ഷൻ ഒരു സിനിമ, അതായത് ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന് പറയാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷൻ പടം, ആ രീതിയിൽ കൂട്ടാൻ പറ്റിയൊരു പടമുണ്ട്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് എബവ് ആവറേജ് ഒരു എന്താ പറയുക മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. അതാണ് പേഴ്സണലി എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണത്.